പുതിയ ഗവർണർമാരെ 10 ഇടങ്ങളിൽ നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പുതുച്ചേരി ഗവർണറായി കോഴിക്കോട് വടകര സ്വദേശി മലയാളിയായ കെ കൈലാസനാഥനെ നിയമിച്ചു. ശനിയാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. IAS ഉദ്യോഗസ്ഥനായ കെ കൈലാസനാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കുമ്പോൾ കേരളത്തിലെ BJP ഇടങ്ങളിലും ഇത് പ്രതിഫലിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈലാസനാഥനെ പൊതുരംഗത്ത് ഇറക്കുന്നതിന് പിന്നില് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ കൈലാസനാഥനെ നിയോഗിച്ചതും അതിനാലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതല് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണു പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ കൈലാസനാഥന്. ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നു കഴിഞ്ഞമാസമാണ് വിരമിച്ചത്. പിന്നാലെ പുതിയ പദവി നൽകി തന്റെ വിശ്വസ്തനാണ് കൈലാസനാഥനെന്ന സന്ദേശം നൽകുകയാണ് BJP ദേശീയ നേതൃത്വം. രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായ കൈലാസനാഥനാണ് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെപ്പോലും BJPയിലേക്കെത്തിക്കുന്നതില് പ്രധാന പങ്ക് വഹിച്ചതെന്നു പ്രചാരണമുണ്ടായിരുന്നു. മാസങ്ങൾക്കുള്ളില് കൂടുതൽ ഗവർണർമാരെ നിയമിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിങ്ങനെയുള്ള പലരുടെയും കാലാവധി ഉടനെ തീരും. ഒരു മലയാളിയെ കൂടി ഗവർണറാക്കുമെന്ന ആഭ്യൂഹം നിലവിലുണ്ട്. K രാമൻപിള്ള, കുമ്മനം രാജശേഖരന്, പത്മജ വേണുഗോപാല തുടങ്ങി നിരവധി പേരുകൾ പരിഗണനാപട്ടികയിലുണ്ട്. മറ്റിടങ്ങളിൽ ജിഷ്ണുദേവ് വർമ്മ തെലങ്കാന ഗവർണറായും, ഓംപ്രകാശ് മത്തൂര് സിക്കിം ഗവർണറായും, സന്തോഷ് കുമാർ ഗാംഗ്വാര് ജാർഖണ്ഡ് ഗവർണറായും നിയമിതരായി. രമണ ദേഗയാണ് ഛത്തീസ്ഗഡ് ഗവർണർ. CH വിജയശങ്കറെ മേഘാലയ ഗവർണറായി നിയമിച്ചു. CP രാധാകൃഷ്ണന് മഹാരാഷ്ട്ര ഗവർണറും ഗുലാബ് ചന്ദ് കഥാരിയ ചണ്ഡീഗഡ് ഗവർണറുമാകും.